CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം ഏറ്റെടുക്കാനുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ തീരുമാനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് തീരുമാനിക്കും. MM ലോറൻസിന്റെ 3 മക്കളിൽ ഒരാളായ ആശ ലോറൻസ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിൽ വരുന്നത്. മൃതദേഹം ഏറ്റെടുക്കാനുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ തീരുമാനം ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്നാണ് ഹർജിയിലെ ആക്ഷേപം. തീരുമാനം റദ്ദാക്കണമെന്നും മൃതദേഹം വിട്ടുനൽകണമെന്നും മതാചാരപ്രകാരം സംസ്കരിക്കാൻ അനുവദിക്കണമെന്നുമാണ് ആശ ലോറൻസിന്റെ ഹർജിയിലെ ആവശ്യം. അഭിഭാഷകനെ ആക്രമിച്ച മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനുമെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. മകനായ ML സജീവന്റെയും 2 ബന്ധുക്കളുടെയും സത്യവാങ്മൂലം പരിഗണിച്ചായിരുന്നു മൃതദേഹം പഠനത്തിനായി ഏറ്റെടുക്കാനും എംബാം ചെയ്ത് സൂക്ഷിക്കാനുമുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ തീരുമാനം. സൈഫുന്നിസ അലിയാറുണ്ട് വിശദാംശങ്ങളുമായി. സൈഫുന്നിസ, ഇന്നിപ്പോൾ ഏതായാലും ആശ ലോറൻസിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കും. എപ്പോഴായിരിക്കും കോടതി ഈ ഹർജി പരിഗണിക്കുക? എന്ത് നടപടിയാവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? തുളസി, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഹർജി പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ 2ാമത്തെ തവണയാണ് ആശ ലോറൻസ് ഇത്തരമൊരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ആദ്യം ആശ ലോറൻസ് സമീപിച്ചത് തിങ്കളാഴ്ചയായിരുന്നു. ഈ MM ലോറൻസിന്റെ പൊതുദർശനം നടന്ന തിങ്കളാഴ്ചയായിരുന്നു ഇത് സംബന്ധിച്ചൊരു ഹർജിയുമായി മുന്നോട്ട് പോയത്. അന്ന് ഈ ആശ ലോറൻസിന്റെ ആവശ്യം അംഗീകരിക്കാതെ തന്നെ കോടതി ആ ഹർജി തീർപ്പാക്കുകയായിരുന്നു. കോടതി പറഞ്ഞത് മെഡിക്കൽ കോളേജിന് തീരുമാനം എടുക്കാം എന്നുള്ളതായിരുന്നു. മെഡിക്കൽ കോളേജിന് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മെഡിക്കൽ കോളേജ് ഒരു അഡ്വൈസറി കമ്മിറ്റി പിറ്റേ ദിവസം ചൊവ്വാഴ്ച രൂപീകരിക്കുകയും ആ അഡ്വൈസറി കമ്മിറ്റിയിൽ സൂപ്രണ്ട്, പ്രിൻസിപ്പൾ, ഒപ്പം തന്നെ വിദ്യാർത്ഥി പ്രതിനിധി അടക്കമുള്ളവരെ ഉൾപ്പെടുത്തുകയും ബുധനാഴ്ച ഈ കുടുംബത്തിന്റെ സിറ്റിംഗ് വിളിക്കുകയും ചെയ്തു. ഈ കുടുംബത്തിന്റെ സിറ്റിംഗ് വിളിച്ചപ്പോൾ 3 മക്കളും ഈ സിറ്റിങ്ങിന് ഹാജരായി. അഡ്വക്കേറ്റ് ML സജീവനും ഒപ്പം തന്നെ ആശ ലോറൻസ് MM ലോറൻസിന്റെ മറ്റൊരു മകളും ഈ മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറണമെന്നാണ് പിതാവിന്റെ ആഗ്രഹം. അതനുസരിച്ചാണ് തങ്ങൾക്ക് ഇക്കാര്യത്തിൽ സമ്മതമുണ്ട് എന്നുള്ള രീതിയിൽ അഡ്വൈസറി കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരായി പറയുകയും ചെയ്തു. പക്ഷേ ആശ ലോറൻസ് അഡ്വൈസറി കമ്മിറ്റിക്ക് മുൻപാകെ പറഞ്ഞത് അമ്മയുടെ ഒപ്പം അച്ഛനെയും സംസ്കരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് മൃതദേഹം വിട്ടു നൽകണം എന്നുള്ളതായിരുന്നു. പക്ഷേ നിലവിൽ ഈ അനാട്ടമി നിയമപ്രകാരം തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അനാട്ടമി നിയമത്തിൻ്റെ 4A പറയുന്നത് ഒരു ആൾ മരിക്കുകയോ അല്ലെങ്കിൽ മരണത്തിന് മുൻപോ മരണാസന്നമായി കിടക്കുന്ന അവസ്ഥയിലോ തങ്ങളുടെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണം എന്ന് വൈദ്യ പഠനത്തിനായി വിട്ടു നൽകണമെന്ന് പറഞ്ഞാൽ അതിന് 2 പേരുടെ സാക്ഷ്യം മാത്രം മതി എന്നാണ് നിയമത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 മക്കളുടെ സാക്ഷ്യം പരിഗണിച്ചുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് ഈ മൃതദേഹം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഇത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആശ ലോറൻസ് ഹൈക്കോടതി സമീപിച്ചിരിക്കുന്നത്. ഈ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. ഇക്കാര്യത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെയും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് അധികൃതരുടെയും വാദം ഹൈക്കോടതി കേൾക്കുകയും ചെയ്യും. കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് ഈ ഹൈക്കോടതി എത്തുമോ എന്നുള്ളത് വ്യക്തമല്ല. കാരണം നേരത്തെയും ഹൈക്കോടതി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ മെഡിക്കൽ കോളേജിനെയാണ് ചുമതലപ്പെടുത്തിയത്. പക്ഷേ ഇപ്പോൾ മെഡിക്കൽ കോളേജിനെതിരെ തന്നെ ആശ ലോറൻസ് ഹർജി നൽകിയിരിക്കുകയാണ്. തുളസി, വ്യക്തമാണ്. സൈഫുന്നിസ അലിയാറാണ് വിശദാംശങ്ങൾ നൽകിയത്.